പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് പച്ചടിയാണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കണം. ഞാൻ ഒരെണ്ണം എടുത്ത് തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻസ് ഇടാൻ മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരയ്ക്കാൻ വേണ്ടി തേങ്ങ ഒരു 3 സ്പൂൺ, അത്യാവശ്യം വലിപ്പമുള്ള സ്പൂൺ 3 സ്പൂൺ തേങ്ങയും 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കടുക്. അപ്പോൾ കടുക് അരഞ്ഞു പോകാതെ അരച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിക്കണം. ബീട്രൂട്ട് പാനിലോട്ട് വിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം മതി ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലതുപോലെ നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുകൊണ്ട് പെട്ടെന്ന് വെന്ത് കേട്ടോ. അപ്പം ഇത് വെന്ത ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കടുക് അരഞ്ഞു പോയിട്ടില്ലേ, അങ്ങനെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ബീട്രൂട്ട് പച്ചടി എന്ന് പറഞ്ഞാൽ. പിള്ളേരൊക്കെ ബീട്രൂട്ട് പച്ചടി ഉണ്ടെങ്കിൽ അവർ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറ് നല്ലതുപോലെ കഴിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ദാണ്ട് ഇത് ഏകദേശം നല്ലതുപോലെ ചൂടായി. ഇനി ചൂടൊന്ന് ആറിയ ശേഷം, ചെറുതായിട്ടൊന്ന് ആറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു ഗ്ലാസ് നിറച്ച് തൈര് ഒന്ന് ഉടച്ച് ചെറുതായിട്ട്, വെള്ളം പോലെ ഉടയ്ക്കരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നല്ല കളറിൽ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ തൈര് ഒഴിച്ചപ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടല്ലേ വെച്ച് ഇനി കടുക് വറക്കാമേ. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ചുവന്നുമുളകും കരിയാപ്പിലയും. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക, ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്